ഈ ഒരു പായസം ഉണ്ടല്ലോ, ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പോളം കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി 2 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊരു കുക്കറിലേക്ക് മാറ്റി 2-3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 3-4 വിസിൽ കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതാ ഒരു അടിയോട്ടുള്ള ഉരുളിയിലോട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് കാഷ്യൂസും റൈസിൻസും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്ത് കോരി മാറ്റിക്കാം. ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടെങ്കിൽ അതും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വെക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു കടലപ്പരിപ്പ് വെള്ളത്തോട് കൂടി തന്നെ ചേർത്തെടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇതുപോലെ നായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 കപ്പോളം ജാഗരി സിറപ്പാണേ. നമ്മൾ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു പാകം എത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ലിറ്ററോളം തിന്നായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. അത് നമുക്ക് പകുതി ചേർത്തെടുക്കാം. ബാക്കി പകുതിയിൽ 2 കപ്പ് സേമിയ ചേർത്തിട്ടൊന്ന് വേവിച്ച് അതും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഇതാ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് 3 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 3 കപ്പ് ഫുള്ളായിട്ട് ചേർക്കണം കേട്ടോ, എങ്കിൽ തണുത്തൊക്കെ വരുന്ന സമയത്ത് കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസും കൂടെ ചേർത്ത് തിളപ്പിക്കേണ്ട, ചെറുതായിട്ട് ചൂടാക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.